പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമാകുന്ന സത്യേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. എന്നെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ. ദൈവഹിതമെങ്കിൽ ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ലൗകിക ബാഹ്യ സൗന്ദര്യം താൽക്കാലികം, അനേകർ അതിനാൽ വഞ്ചിക്കപ്പെട്ടു. ആത്മീയ ആന്തരിക സൗന്ദര്യം ശാശ്വതം, അനേകർ അതിനാൽ രക്ഷിക്കപ്പെട്ടു എന്ന വിഷയത്തെ പറ്റിയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവവചനം വളരെ വ്യക്തതയോടും അധികാരത്തോടും കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലാളന വ്യാജവും സൗന്ദര്യം വെറുമൊരു നിഴലുമാകുന്നു. യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. സദൃശവാക്യങ്ങൾ 31:30. മനുഷ്യൻ പുറമേയുള്ളത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. 1 ശമൂവേൽ 16:7. നിങ്ങളുടെ അലങ്കാരം പുറമേയുള്ളതല്ല, സൗമ്യതയും ശാന്തതയുമുള്ള ആത്മാവ് എന്ന അക്ഷയമായ ആന്തരിക സൗന്ദര്യമായിരിക്കണം നിങ്ങളുടെ അലങ്കാരം. 1 പത്രോസ് 3:3-4 വാക്യങ്ങൾ. ബാഹ്യ സൗന്ദര്യം താൽക്കാലികമാണ്, ആന്തരിക സൗന്ദര്യം ശാശ്വതവുമാണ്. തിളങ്ങുന്ന മുഖമല്ല, മറിച്ച് നല്ല ഹൃദയമാണ് യഥാർത്ഥ സൗന്ദര്യം. രൂപമല്ല, സ്വഭാവമാണ് പ്രധാനം. ബാഹ്യരൂപം വഞ്ചിച്ചേക്കാം, എന്നാൽ ആന്തരിക സൗന്ദര്യം സത്യമാണ്. കാഴ്ചയുടെ വഞ്ചന. ഉൽപ്പത്തി 29:25 യാക്കോബ് രാവിലെ ഉണർന്നപ്പോൾ താൻ വഞ്ചിക്കപ്പെട്ടതായി തിരിച്ചറിഞ്ഞു. താൻ ആഗ്രഹിച്ച സുന്ദരിയായ റാഹേലിനൊപ്പമാണ് രാത്രി ചിലവഴിച്ചതെന്ന് അവൻ കരുതിയെങ്കിലും അത് ലേയ ആയിരുന്നു. നീ എന്തിനാണ് എന്നെ വഞ്ചിച്ചത് എന്ന് അവൻ ലാബാനോട് നിലവിളിച്ചു. ആ നിമിഷം സൗന്ദര്യത്തിന് എന്ത് മൂല്യമാണ് ഉണ്ടായിരുന്നത്? ഒന്നുമില്ല. വെറും ബാഹ്യമായ ആകർഷണത്തിൽ വേരൂന്നിയ ആഗ്രഹം ആശയക്കുഴപ്പത്തിലേക്കും ദുഃഖത്തിലേക്കും നയിച്ചു. ആത്മീയ വിവേചനമില്ലാതെ ബാഹ്യ സൗന്ദര്യത്തിൽ മയങ്ങുന്നത് എങ്ങനെ നാശമുണ്ടാക്കുമെന്ന് തിരുവെഴുത്തുകളിലുടനീളം നാം കാണുന്നു. ദാവീദ് ദൈവത്തിന്റെ ഹൃദയത്തിന് ഇണങ്ങിയവനെന്ന് വിളിക്കപ്പെട്ടെങ്കിലും ബേത്ശേബയുടെ സൗന്ദര്യത്തിൽ മയങ്ങിയപ്പോൾ അദ്ദേഹം ഗുരുതരമായ പാപത്തിൽ വീണു. 2 ശമൂവേൽ 11. അതിൻ്റെ വില വളരെ വലുതുമായിരുന്നു. സിംസോൻ ശാരീരിക ആകർഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഫെലിസ്ത്യ സ്ത്രീകളെ പിന്തുടരുകയും ഒടുവിൽ തന്റെ ശക്തിയും കാഴ്ചയും സ്വാതന്ത്ര്യവും നഷ്ടപ്പെടുത്തുകയും ചെയ്തു. ന്യായാധിപന്മാർ 16. അമ്നോൻ താമാറിനോടുള്ള അവിഹിതമായ മോഹം പീഡനത്തിലേക്കും ദുരന്തത്തിലേക്കും നയിച്ചു. 2 ശമൂവേൽ 13. അബ്ശാലോം അസാധാരണമായ ശാരീരിക സൗന്ദര്യത്താൽ പ്രശംസിക്കപ്പെട്ടെങ്കിലും 2 ശമൂവേൽ 14:25 ഉള്ളിൽ അഹങ്കാരം വളരാൻ അനുവദിച്ചത് കലാപത്തിലേക്കും മരണത്തിലേക്കും നയിച്ചു. ചരിത്രം ഇതേ പാഠം ആവർത്തിക്കുന്നു. സൗന്ദര്യം തിന്മയല്ല, പക്ഷെ അത് ഒരു വിഗ്രഹമായി മാറുമ്പോൾ അത് നാശമുണ്ടാക്കുന്നു. സൗന്ദര്യം ദൈവസൃഷ്ടിയാണ്, എന്നാൽ അത് വിശുദ്ധമായിരിക്കണം. ദൈവം സൗന്ദര്യത്തെ സൃഷ്ടിച്ചു. ആദാമിനായി ഹവ്വായെ സൃഷ്ടിച്ചപ്പോൾ ഉൽപ്പത്തി 2:18-23 വരെ അവൾ അവന് തികച്ചും അനുയോജ്യയായിരുന്നു. ദൈവം തന്നെ രൂപകൽപ്പന ചെയ്ത അവൾ അസാധാരണ സുന്ദരിയായിരുന്നുവെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്നാൽ സൗന്ദര്യം ഒരിക്കലും വശീകരണത്തിനോ പ്രലോഭനത്തിനോ ഉള്ള ആയുധമാകാൻ പാടില്ലായിരുന്നു. ശാരീരിക ബന്ധങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ബന്ധങ്ങളിലും ദൈവികത ഉണ്ടായിരിക്കണം. വിവാഹം ബഹുമാനപ്പെട്ടതാണ്. എബ്രായർ 13:4. അത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നു. എഫേസ്യർ 5:31-32 വാക്യങ്ങൾ. ആകർഷണം പാപമല്ല, എന്നാൽ വിശുദ്ധിയില്ലാത്ത ആഗ്രഹം വിനാശകരമാണ്. ദൈവഭയമില്ലാത്ത ലൈംഗിക അടുപ്പം അധപ്പതനമായി മാറുന്നു. ഉടമ്പടിയില്ലാത്ത ആകർഷണം അപകടമായി മാറുന്നു. അതിർവരമ്പുകളില്ലാത്ത സ്വാതന്ത്ര്യം അടിമത്തമായി മാറുന്നു. ആധുനിക സമൂഹവും സൗന്ദര്യത്തിന്റെ വാണിജ്യവൽക്കരണവും. ഇന്ന് സമൂഹം ബാഹ്യ സൗന്ദര്യത്തെ അളവറ്റ രീതിയിൽ മഹത്വപ്പെടുത്തുന്നു.
മാധ്യമങ്ങളും സംസ്കാരവും ശാരീരിക ആകർഷണത്തെ ഏറ്റവും ഉയർന്ന മൂല്യമായി അവതരിപ്പിക്കുന്നു. സ്വയം നിയന്ത്രിക്കുന്നതിനേക്കാൾ സ്വയം പ്രദർശിപ്പിക്കാനാണ് ആളുകൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. ശരീരത്തിന്റെ ഭാഗങ്ങൾ വെളിപ്പെടുന്ന വസ്ത്രധാരണ രീതികൾ ഇന്ന് വർദ്ധിച്ചു വരുന്നു. ഒരിക്കൽ സ്വകാര്യമായിരുന്നവ ഇന്ന് പരസ്യ പ്രദർശനമായി മാറിയിരിക്കുന്നു. വിശുദ്ധമായ ഉടമ്പടിയിൽ ബഹുമാനിക്കപ്പെടേണ്ടവ ഇന്ന് ശ്രദ്ധ പിടിച്ചു പറ്റാനായി പ്രദർശിപ്പിക്കപ്പെടുന്നു. ഈ ശരീര പ്രദർശന സംസ്കാരം മനസ്സുകളെ സ്വാധീനിക്കുകയും മോഹങ്ങൾ ജലിപ്പിക്കുകയും പലരെയും പാപത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ജീവനും ഭക്തിക്കും ആവശ്യമായതെല്ലാം നൽകിയ നമ്മുടെ സൃഷ്ടാവിനെ ഇത് പ്രസാദിപ്പിക്കുന്നുമില്ല. 2 പത്രോസ് 1:3 തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നു, സ്ത്രീകൾ ലജ്ജയോടും സുബോധത്തോടും കൂടെ മാന്യമായ വസ്ത്രം ധരിക്കണം. 1 തിമോത്തിയോസ് 2:9 നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. 1 കൊരിന്ത്യർ 10:31 ഈ തത്വം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ബാധകമാണ്. വസ്ത്രധാരണം ഒരിക്കലും പ്രലോഭനത്തിനുള്ള ഉപകരണമാകരുത്. ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. 1 കൊരിന്ത്യർ 6:9 നമ്മുടെ രൂപഭാവങ്ങൾ കലാപത്തെ അല്ല, മറിച്ച് ദൈവത്തോടുള്ള ഭക്തിയെയാണ് പ്രതിഫലിപ്പിക്കേണ്ടത്. ഫാഷൻ നഗ്നതയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ലോകം അതിനെ സ്വാതന്ത്ര്യം എന്ന് വിളിക്കുന്നു. എന്നാൽ അത് മറ്റൊരാളെ പാപത്തിൽ വീഴ്ത്തുന്നുവെങ്കിൽ സ്വർഗം അതിനെ ഉത്തരവാദിത്വം എന്ന് വിളിക്കുന്നു. റോമർ 14:13 ആരാധനയും ശ്രദ്ധാശൈഥില്യവും. ഒരിക്കൽ പള്ളിയുടെ പിന്നിലെ ചുവരിൽ ചാരി നിൽക്കുന്ന കുറച്ച് യുവാക്കളുടെ ഒരു കഥയുണ്ട്. പുരോഹിതൻ അവരെ മുന്നിലേക്ക് ക്ഷണിച്ചപ്പോൾ പലരും പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോയി. എന്തുകൊണ്ട്? അവർ വന്നത് ആരാധിക്കാനല്ല, മറിച്ച് സ്ത്രീകളെ നോക്കാനും തമാശ പറയാനും ആയിരുന്നു. ദൈവത്തെ ആരാധിക്കാനാണ് സഭ നിലകൊള്ളുന്നത്. എങ്കിലും വിശുദ്ധമായ ഇടങ്ങളിൽ പോലും മനുഷ്യന്റെ ശ്രദ്ധ സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടിയിലേക്ക് മാറുന്നു. ദൈനംദിന ജീവിതത്തിൽ പോലും സ്വഭാവത്തെക്കാൾ രൂപത്തിന് മൂല്യം നൽകുന്നത് നാം കാണുന്നു. യേശു പറഞ്ഞു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മത്തായിയുടെ സുവിശേഷം 5:8 ബാഹ്യമായ ആകർഷണമല്ല, ഹൃദയശുദ്ധിയാണ് ദൈവത്തെ കാണാനുള്ള വഴി തുറക്കുന്നത്. വഴിയിലെ സ്വർണക്കട്ടി. നിങ്ങൾ നിങ്ങളുടെ അമ്മായിയമ്മയോടൊപ്പം ഒരു വിജനമായ പാതയിലൂടെ നടക്കുകയാണെന്ന് സങ്കല്പിക്കുക. യാത്ര വളരെ ദൂരമുള്ളതാണ്. പെട്ടെന്ന് വഴിയരികിൽ തിളങ്ങുന്ന ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതൊരു സ്വർണക്കട്ടിയാണ്. നിങ്ങളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹമാണിത് എന്ന് നിങ്ങൾ കരുതി. നിങ്ങൾ അത് എടുക്കാൻ തയ്യാറെടുക്കുമ്പോൾ ആ മുതിർന്ന സ്ത്രീ ശാന്തമായി പറഞ്ഞു, മകനെ, മകളെ, അത് അവിടെ വിട്ടേക്കുക. അത് മനുഷ്യരെ കൊല്ലുന്ന ഒന്നാണ്. അത് നമുക്കുള്ളതല്ല. അത് മനോഹരമായി തിളങ്ങുന്നുണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾ അവരുടെ ജ്ഞാനത്തിൽ വിശ്വസിച്ച് അവിടെ നിന്ന് നടന്ന് നീങ്ങി. മടക്കയാത്രയിൽ നിങ്ങൾ അതേ സ്ഥലത്ത് എത്തിയപ്പോൾ സ്വർണക്കട്ടി അവിടെ തന്നെ ഉണ്ട്. പക്ഷേ അതിനു ചുറ്റും 3 മൃതദേഹങ്ങൾ കിടക്കുന്നു. അനുഗ്രഹമെന്ന് തോന്നിച്ച ആ തിളക്കം ഒരു കെണിയായിരുന്നു. സ്വർണമെന്ന് തോന്നിച്ചത് മാരകമായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നു, തിളങ്ങുന്നതെല്ലാം ദൈവത്തിൽ നിന്നുള്ളതല്ല. മനുഷ്യന് നേരായ വഴിയെന്ന് തോന്നുന്ന ഒന്നുണ്ട്. അതിന്റെ അവസാനമോ മരണവഴികളത്രേ. സദൃശ്യവാക്യങ്ങൾ 14:12 ഈ ലോകത്തിൽ പലതും നിങ്ങളുടെ കണ്ണുകളെയും ജഡത്തെയും ആകർഷിക്കും. അവ സന്തോഷവും ആവേശവും വാഗ്ദാനം ചെയ്യും. എന്നാൽ ദൈവം നിങ്ങൾക്ക് കൽപ്പിക്കാത്തത് നിങ്ങൾ സ്വീകരിച്ചാൽ ഇന്ന് തിളങ്ങുന്നത് നാളെ നിങ്ങളെ നശിപ്പിക്കും. നമ്മുടെ ശാശ്വത ഐഡന്റിറ്റി നാം മറക്കരുത്. നിത്യതയിൽ നാം ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കും. ഭൗതിക സൗന്ദര്യം മാഞ്ഞു പോകും. പ്രായം ശാരീരിക തിളക്കത്തെ ഇല്ലാതാക്കും. ഫാഷനുകൾ അപ്രത്യക്ഷമാകും. എന്നാൽ സ്വഭാവം, വിശുദ്ധി, നീതി ഇവ നിലനിൽക്കും. പുനരുത്ഥാനത്തിൽ നാം ദൂതന്മാരെ പോലെ ആകുമെന്ന് യേശു പറഞ്ഞു. ലൂക്കോസ് 20:36 നാം ഇപ്പോൾ നിത്യതയ്ക്കായി ഒരുങ്ങുകയാണ്. ആന്തരിക സൗന്ദര്യം കാലത്തിനനുസരിച്ച് വർദ്ധിക്കുന്നു.
ബാഹ്യ സൗന്ദര്യം കാലത്തിനനുസരിച്ച് മങ്ങുന്നു. നിങ്ങൾ ഏതിലാണ് നിക്ഷേപിക്കുന്നത്? ക്രിസ്തുവിലുള്ള നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുക. ലോകത്തിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് തങ്ങൾ സുന്ദരരല്ല എന്ന് കരുതുന്നവരോട്, നിങ്ങൾ ഒരു അപകടമല്ല, നിങ്ങളൊരു തെറ്റല്ല. ആകാശത്തെ സൃഷ്ടിച്ച ദൈവം നിങ്ങളെ മനഃപൂർവ്വം രൂപപ്പെടുത്തിയതാണ്. സങ്കീർത്തനം 139:14. പർവ്വതങ്ങളെ രൂപപ്പെടുത്തിയവൻ തന്നെയാണ് നിങ്ങളുടെ മുഖവും ചർമ്മവും ശബ്ദവും രൂപപ്പെടുത്തിയത്. ദൈവത്തിന്റെ കണ്ണിൽ നിങ്ങൾ അത്ഭുതകരമായും ഭയഭക്തിയോടെയും നിർമ്മിക്കപ്പെട്ടവരാണ്. സ്വർഗം നിങ്ങളെ അളക്കുന്നത് ലോകം ചെയ്യുന്നത് പോലെ അല്ല. കർത്താവ് നിങ്ങളിൽ പ്രസാദിക്കുന്നു. സെഫന്യാവ് 3:17. നിങ്ങൾ അവിടുത്തെ കൈപ്പണിയാണ്. എഫേസ്യർ 2:10. സ്രഷ്ടാവ് പൂർണ്ണമായും അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങൾ ഓരോരുത്തരും. സ്നേഹപൂർവമുള്ള ഒരു ആഹ്വാനം. നമുക്ക് സ്വയം പരിശോധിക്കാം. നാം രൂപത്തെക്കാൾ ഉപരി സ്വഭാവത്തെ വളർത്തുന്നുണ്ടോ? ബന്ധങ്ങളിൽ നാം ദൈവത്തെ ബഹുമാനിക്കുന്നുണ്ടോ? നമ്മുടെ വസ്ത്രധാരണവും പെരുമാറ്റവും ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നുണ്ടോ? പുരുഷന്മാർ ആത്മനിയന്ത്രണം ശീലിക്കണം. സ്ത്രീകൾ അന്തസ്സ് ശീലിക്കണം. രണ്ടുപേരും വിശുദ്ധി പിന്തുടരണം. ബാഹ്യ സൗന്ദര്യം താൽക്കാലികമാണ്. ആന്തരിക സൗന്ദര്യം ശാശ്വതമാണ്. വിശുദ്ധി വിലമതിക്കാനാവാത്തതാണ്. ആത്മാവ് എന്നേക്കും നിലനിൽക്കുന്നതുമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങ് എല്ലാ സൗന്ദര്യത്തിൻ്റെയും സൃഷ്ടാവാണല്ലോ. അങ്ങയുടെ സാദൃശ്യത്തിൽ ഞങ്ങളെ സൃഷ്ടിച്ചതിനായി നന്ദി. ആന്തരിക വിശുദ്ധിയേക്കാൾ ബാഹ്യരൂപത്തിന് ഞങ്ങൾ വില നൽകിയ നിമിഷങ്ങൾക്കായി ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചിന്തകളെ ശുദ്ധീകരിക്കണമേ. കണ്ണിനെ കാക്കണമേ. ലോകത്തിന്റെ തിളങ്ങുന്ന കെണികളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. മറ്റുള്ളവരെ വെറും വസ്തുക്കളായല്ല, നിത്യതയ്ക്കായി സൃഷ്ടിക്കപ്പെട്ട ആത്മാക്കളായി കാണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പുരുഷന്മാർ മാന്യതയിലും ആത്മനിയന്ത്രണത്തിലും നടക്കുമാറാകണമേ. സ്ത്രീകൾ അന്തസ്സിലും ജ്ഞാനത്തിലും നടക്കുമാറാകണമേ. ഞങ്ങളുടെ വസ്ത്രധാരണവും പെരുമാറ്റവും സംസാരവും അങ്ങയുടെ വിശുദ്ധിയെ പ്രതിഫലിപ്പിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളിൽ നിർമ്മലമായൊരു ഹൃദയം സൃഷ്ടിക്കണമേ. സങ്കീർത്തനം 51:10. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകണമേ. സങ്കീർത്തനം 90:17. ദൈവമായ കർത്താവെ, നീ അനുഗ്രഹിക്കുന്നവനും അധികം അനുഗ്രഹമുള്ളവനും ഞങ്ങളെ കാത്തു രക്ഷിക്കുന്നവനും ആകയാൽ സൃഷ്ടിക്കുന്നവനായ ഞങ്ങളുടെ കർത്താവീശു മെസ്സിഹാ, നിനക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കായി നിന്നെ അയച്ച പിതാവിനും ശുദ്ധമുള്ള നിന്റെ റൂഹായിക്കും സ്തുതിയും വന്ദനവും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും യോഗ്യമാകുന്നു. ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. യേശുവിൻ്റെ ധന്യ നാമത്തിൽ തന്നെ. ആമേൻ.